ഒരു വീടിനോട് ചേർന്ന് വളരെ വിസ്താരമായ പുരയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് കാണുവാനേ ഇല്ല. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പല സർപ്പക്കാവുകളും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പലരും സർപ്പക്കാവുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും ഉചിതമായ ഒരു കാര്യം ഏതാണ്? സർപ്പക്കാവുകൾ നിലനിർത്തുന്നതാണോ അതോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണോ ഏറ്റവും ഉചിതമായ ഒരു കാര്യം എന്താണ്? സർപ്പക്കാവുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ആധ്യാത്മികമായിട്ടുള്ളൊരു വശമുണ്ട്, അതിൻ്റെ ഇന്നത്തെ കാലത്തിൽ ചിന്തിക്കാവുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശമുണ്ട്. ഇത് രണ്ടിനെക്കുറിച്ചും ചിന്തിക്കുമ്പോഴാണ് സർപ്പക്കാവുകളുടെ പ്രസക്തി എത്രമാത്രം വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ശരിയാണ്, നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം സർപ്പങ്ങളോട് നമുക്കുണ്ട്, കടപ്പാടുണ്ട്. കാരണം പരശുരാമൻ മഴുവെറിഞ്ഞ് ഭൂമി ഉണ്ടായി, കേരളം ഉണ്ടായിന്ന് നമ്മുടെ ഐതിഹ്യ കഥ. ആ ഭൂമി കൃഷിയുക്തമായിരുന്നില്ല. ആ ഭൂമിയെ കൃഷിയുക്തമാക്കി തീർത്തത്, കൃഷിക്ക് പറ്റുന്ന തരത്തിലുള്ളതാക്കി തീർത്തുന്നത് നാഗങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കേരളത്തിലെ എല്ലാ മണ്ണിനും സർപ്പവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ഊഷരമായി കിടന്നിരുന്ന ഈ ഭൂമിയെ മുഴുവൻ തന്നെ നമുക്ക് ഫെർട്ടിലിറ്റി, നമുക്ക് ഉപയുക്തമാക്കി തീർത്തത്, കൃഷിക്ക് ഉപയുക്തമാക്കി തീർത്തത്, താമസിക്കാൻ ഉപയുക്തമാക്കി തീർത്തത്, എല്ലാ തരത്തിലും നമുക്ക് ഉപയോഗമാക്കി തീർത്തത് സർപ്പങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹവുമാണ്. അത് നമുക്ക് ഒരർത്ഥത്തിലും മറക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു ആധ്യാത്മികമായിട്ടുള്ള വശം അതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സർപ്പങ്ങളോട് ഒരു കടമയും കടപ്പാടും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ വീടുകളെല്ലാം സ്ഥലങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ അവിടെയെല്ലാം സർപ്പങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. സർപ്പ ആരാധന കേരളത്തിൽ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. ആ വീടുകളിലെല്ലാം തന്നെ സർപ്പങ്ങളുടെ സാന്നിധ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാവുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആചരണങ്ങൾ ഒക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇത്ര വിശേഷമായിട്ട്, ഇത്ര കാര്യമായിട്ടുള്ള നിലയിൽ സർപ്പങ്ങളുടെ ആരാധന നടക്കുന്നത്. നാഗാരാധനയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത് കേരളത്തിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചരണങ്ങൾ, കളമെഴുത്തും പാട്ടും തുടങ്ങിയതായിട്ടുള്ള നൂറും പാലും കൊടുക്കുക, വാർഷികമായിട്ടുള്ള ആചരണങ്ങൾ നടക്കുക തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ട് എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്നു. ആ സർപ്പങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നമുക്ക് സർപ്പങ്ങൾ മുഖേന വിശേഷമായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ആ ആരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് സർപ്പങ്ങളുടെ ആരാധനയ്ക്കുള്ള മറ്റൊരു വിശേഷം, വാർഷികമായിട്ടുള്ള ആചരണങ്ങളാണ് സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം പല സമയങ്ങളിൽ, ചിലപ്പോൾ മേടം 1 മുതൽ 10 വരെയുള്ള സമയത്തിനിടയിൽ, അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിൽ വിശേഷമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആയില്യം നാളുകളിലൊക്കെ ആണ് സർപ്പത്തിന് ആചരണം നടക്കുന്നത്. ആ സർപ്പ ആരാധന കൊണ്ട് തന്നെ വളരെ ചെറിയ നിലയിലുള്ള, വളരെ ചെറിയ ചിലവിൽ നടക്കുന്ന ഈ ആരാധന കൊണ്ട് തന്നെ വലിയൊരു നിലയിലുള്ള അനുഗ്രഹവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ തന്നെ ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ എത്തിച്ചേരുന്നതായിട്ടാണ് ഈ സർപ്പ ആരാധനയുടെ മഹത്വം നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മികമായിട്ടുള്ള വശം. കാന്താരദേശമയി കാന്തതനോ സമേത നമസ്കാരം. കൈരളി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായ വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഷഷ്ഠീവ്രതം എന്ന ഒരു വ്രതത്തിനെ സംബന്ധിച്ചിട്ടാണ്. അത് വൈദിക കാലഘട്ടം മുതൽക്ക് തന്നെ ആ ഷഷ്ഠീവ്രതം ഗണിച്ച് ദിവസം നിശ്ചയിച്ചിരുന്നു. ആ ദിവസം എന്തൊക്കെയാണ് ആ ദിവസം നമ്മൾ എങ്ങനെയൊക്കെ ആ ദിവസത്തിനെ ആചരിക്കണം, അതിന് തലേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഷഷ്ഠീവ്രതം ആചരിച്ചാൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, ആരെയാണ് ആ ഷഷ്ഠീവ്രതത്തിൽ നമ്മൾ ഏത് ദേവനെ പ്രീതിപ്പെടുത്താനാണ് ആ ഷഷ്ഠീവ്രതം ആചരിക്കുന്നത്, അതിൻ്റെ ഫലസിദ്ധി എന്താണ്, ഇതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഷഷ്ഠീവ്രതം നമുക്ക് സുബ്രഹ്മണ്യൻ എന്ന ദേവനെ പ്രീതിപ്പെടുത്താനാണ് ഷഷ്ഠീവ്രതം സാധാരണ ആയിട്ട് ആചരിച്ചു വരുന്നത്. ഇതിനൊരു ഐതിഹ്യം പറഞ്ഞു വെച്ചാൽ, ഒരു കാലത്ത് ഈ ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ ബന്ധനസ്ഥനാക്കിയെന്നും അതിന് ശേഷം അദ്ദേഹം അതിന് ചെയ്തതിനു ശേഷം താൻ ചെയ്ത അപരാധമായി എന്ന് മനസ്സിലാക്കിയ സുബ്രഹ്മണ്യൻ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ഒരു ഭയങ്കരമായ സർപ്പാകൃതി രൂപമെടുത്ത്
ആ പിന്നെ ശിവലോകത്തു നിന്നും കൈലാസത്തു നിന്നും അപ്രത്യക്ഷനാവുകയാണ് ഉണ്ടായത്. പിന്നെ ഇങ്ങനെ ഒരു താൻ ചെയ്ത അപരാധത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുവാനായി ഇങ്ങനെ ഒരു അവിടുന്ന് ആ തിരോധാനം ചെയ്ത സുബ്രഹ്മണ്യനെ പാർവതി ദേവി ഇങ്ങനെ ഒരു അവസ്ഥ കണ്ട് വളരെയധികം ദുഃഖിക്കുകയും തൻ്റെ സന്താനത്തിന് തിരികെ കിട്ടാൻ എന്താണ് പോംവഴി എന്ന് ആലോചിച്ച് പല ദേവന്മാരോടും അതിനുള്ള വഴി അന്വേഷിച്ചു. അവസാനം പരമശിവൻ തന്നെ പറഞ്ഞു, പിന്നെ സുബ്രഹ്മണ്യന് 108 ഷഷ്ഠി ദിവസം വ്രതം എടുക്കാനാണ് പാർവതി ശിവൻ ഉപദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാർവതി തൻ്റെ മകനെ തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഷഷ്ഠിവ്രതം എന്ന് വൈദികം പുരാണങ്ങൾ പറയുന്നു. അങ്ങനെ 108 ഷഷ്ഠി ദിവസം പാർവതി പിന്നെ വെളുത്ത ദിവസം ശിവനെ സുബ്രഹ്മണ്യനെ പൂജിച്ചു കൊണ്ടിട്ട് 108 ഷഷ്ഠി ആചരിക്കുകയാണ്. അങ്ങനെ ഈ 108 ഷഷ്ഠി കഴിഞ്ഞിട്ട് സുബ്രഹ്മണ്യൻ അവസാനം പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ വലിയൊരു നാഗരൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പിന്നീട് പരമശിവൻ ആ നാഗത്തിനെ തൊട്ട സമയത്ത് തന്നെ സുബ്രഹ്മണ്യൻ യഥാർത്ഥ രൂപത്തിൽ പിന്നെ ആ നാഗരൂപം ഒഴിഞ്ഞ് യഥാർത്ഥ രൂപം ദർശിക്കാനിട വന്നു എന്നാണ് ഒരു ഐതിഹ്യം. അപ്പോൾ അതുകൊണ്ട് ഇന്നും ചില ക്ഷേത്രങ്ങളിൽ പിന്നെ നാഗരൂപത്തിലാണ് സുബ്രഹ്മണ്യ സ്വാമി ആചരിക്കുന്നത്. ആ നാഗരൂപത്തിൽ സർപ്പപ്രതിമാ രൂപം സങ്കല്പിച്ച് അവിടെ സുബ്രഹ്മണ്യനെ ആചരിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യം എന്ന് പേരായ ഒരു സ്ഥലം തന്നെയുണ്ട്, അവിടെയും നാഗരൂപത്തിലുള്ള പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഐതിഹ്യം ഈ സുബ്രഹ്മണ്യ സ്വാമി പിന്നെ നാഗരൂപം പൂണ്ടു എന്നും പിന്നീട് വന്നു എന്ന ധാരണ കൊണ്ടാണ് ഈ ഷഷ്ഠിവ്രതം ആചരിക്കുന്നത്. ഷഷ്ഠിവ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം ശുദ്ധമായിട്ട് ഉപവാസം ചെയ്യണം. സുബ്രഹ്മണ്യ പ്രീതികരമായ സ്തോത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കണം. പിന്നെ ശാല്യന്നം ഭക്ഷിക്കരുത്, ഒരു നേരം അരിയാഹാരം കഴിക്കുക. പിന്നെ അങ്ങനെ ഷഷ്ഠിവ്രതം ആചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തിനാണ് ഈ ഷഷ്ഠിവ്രതം നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ധാരാളം ജനങ്ങൾ വിവാഹം കഴിച്ച് ദമ്പതികളായി സന്താനങ്ങളില്ലാതെ വർഷങ്ങളോളം സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ദുഃഖിച്ചിരിക്കുന്നൊരവസ്ഥ പല കുടുംബങ്ങളിൽ ഇന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉപദേശിക്കാനാണ് ഈ ജ്യോതിഷത്തിലൊരു ഇങ്ങനെ ഒരു ഷഷ്ഠിവ്രതം എടുക്കണം എന്നൊരു ഉപദേശം ജ്യോതിഷം ചെയ്യാറുള്ളത്. ജ്യോതിഷത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വെച്ച് ഒരു ജാതകം നോക്കാനിട വന്ന ഒരനുഭവമാണ്. ഒരു MBA പാസ്സായ ഒരു 28-കാരിയുടെ ജാതകം ഞാൻ വളരെ കൗതുകത്തോടെയാണ് നോക്കാനിട വന്നത്. എൻ്റെ മുന്നിൽ വീൽ ചെയറിലിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ജാതകം ആ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് അതിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളിലേക്കും ഇറങ്ങിയത്. അനേകം ഗ്രന്ഥങ്ങളിലൂടെ അനേകം പ്രകരണങ്ങളിലൂടെ എൻ്റെ മനസ്സ് ഓടിയും ചാടിയും ആ ജാതകത്തിലൂടെ കടന്നുപോയി. പക്ഷെ അതിലൊന്നും ഞാൻ ഒരു മഹാരോഗലക്ഷണങ്ങളോ ഒരു തളർവാദ ലക്ഷണങ്ങളോ ഞാൻ കണ്ടില്ല. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. പഠിച്ച പ്രകരണങ്ങൾ, പഠിച്ച ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു രോഗലക്ഷണവും ഈ പെൺകുട്ടിക്ക് കാണുന്നില്ല എന്നെത്തിയപ്പോൾ ഞാൻ ഒരു നിമിഷം ഞാൻ സ്തബ്ധനായിപ്പോയി. മനസ്സാൽ എൻ്റെ ഗുരുനാഥന്മാരെയും ഉപാസനാമൂർത്തിയെയും മനസ്സാൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ ജാതകത്തിൽ മഹാരോഗലക്ഷണങ്ങളോ തളർവാദ ലക്ഷണങ്ങളോ ഇല്ല. സദസ്സ് കുറച്ചു നേരത്തേക്ക് മൗനമവലംബിച്ചു. ആ നിമിഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. നീണ്ട മൗനത്തിന് ശേഷം അവിടുത്തെ കാരണവർ പറഞ്ഞു, ശരിയാണ് ജ്യോതിസ്യരെ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാവിധ ടെസ്റ്റുകൾ നടത്തിയ ശേഷവും അവരും പറയുന്നത് ഈ മോൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളുമില്ല എന്ന്. പക്ഷേ എൻ്റെ മോളുടെ അവസ്ഥ ഇങ്ങനെയും. ഇനിയുള്ള അവസാനത്തെ ഒരു പരീക്ഷണമാണ് ഇത്. എൻ്റെ മുന്നിൽ വലിയൊരു അഗ്നി പരീക്ഷണവുമായി നിൽക്കുന്ന ആ ജാതകം ഞാൻ വീണ്ടും പരിശോധിച്ചു. ഹോറയിലൂടെയും ജാതകാദേശത്തിലൂടെയും കൃഷ്ണീയം
ബൃഹജ്ജാതകം, ഇങ്ങനെ തുടങ്ങിയ അനവധി ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൂടെ എൻ്റെ മനസ്സ് ഓടിയും ചാടിയും കടന്നു വന്നു. ഒടുവിൽ ഞാൻ ആ ഒരു നിമിഷം ആ പെൺകുട്ടിയോട് മാത്രം സംസാരിക്കാൻ അനുവാദം വാങ്ങിച്ചു. എൻ്റെ മുന്നിൽ വളരെ നിസ്സംഗയായി മൗനമായിരിക്കുന്ന ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, ഈ പറയാൻ പോകുന്ന കാര്യം ഞാനും നിങ്ങളുമല്ലാതെ മൂന്നാമതൊരാൾ ഒരു കാലഘട്ടത്തിലും അറിയില്ല. എൻ്റെ മുന്നിൽ സത്യം പറയൂ. ഇത് കാരണമല്ലേ നിങ്ങളിങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ആ രഹസ്യം ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കലും ആ പെൺകുട്ടി വീൽച്ചെയറിൽ നിന്ന് എണീറ്റ് എൻ്റെ നവഗ്രഹേശ്വരന്മാരുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്ത ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷമാലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോത്സ്യനായ ശ്രീ രാധാകൃഷ്ണൻ വാര്യരാണ്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സാർ. പലപ്പോഴും ജ്യോതിശാസ്ത്രത്തിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം തന്നെയാണ് താമ്പൂല ശാസ്ത്രം, അതായത് താമ്പൂല ജ്യോതിഷം. ഏതൊരു സമയത്താണ് ഈ താമ്പൂല ശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്നത്? താമ്പൂല ശാസ്ത്രം നമുക്ക് പ്രാധാന്യം ചെയ്യുന്നത് നമ്മളിപ്പം ഈ അഷ്ടമംഗല പ്രശ്നം, അപ്പം അതിന് താമ്പൂല ഇത് നോക്കി പറയുന്നുണ്ട്, അതേ പ്രശ്നത്തിന് മുമ്പായിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും സാധ്യത്തിന് അത് നടക്കുമെന്നറിയാനായിട്ട് ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടു, അതിൻ്റെ അറിയാനായിട്ട് നമുക്ക് നോക്കിയെടുക്കാം. അതായത് നമ്മൾ അത് അത് കഴിയുന്നതും 12 മണിക്ക് മുമ്പൊക്കെ ആണ് അതിൻ്റെ ഇത് നോക്കുന്നത്. മധ്യാഹ്നം സന്ധ്യാസമയങ്ങളിലൊന്നും തെറ്റുള്ള ജ്യോതിഷം നോക്കാറില്ല. അതുപോലെ തന്നെ ഈ 12 കുറയാത്ത ഒരു സംഖ്യ അതിലുള്ള വെറ്റില, അതായത് കഴിയുന്ന നല്ല വെറ്റില അത് കൊണ്ടുവരണം. കൊണ്ടുവന്ന് ജ്യോതിഷിയുടെ കയ്യിലേക്ക് കൊടുക്കുക, കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പം ആ ജ്യോതിഷി അത് നോക്കിയിട്ട് ആ വെറ്റില തരുന്നത് മുതൽ അതിൻ്റെ നിമിത്തം ഓരോ വെറ്റിലയിലും അതിൻ്റെ ഓരോ ഭാവങ്ങളുണ്ട്. അപ്പോൾ ആ വെറ്റിലയുടെ ഭാവങ്ങൾ നോക്കി ആണ് നമ്മളതിൻ്റെ ഫലനിർണ്ണയം നടത്തുന്നത്. അപ്പോൾ അത് നോക്കി നമുക്ക് അതിൻ്റെ ഒരു നഷ്ടപ്പെട്ട മുതൽ തിരിച്ച് കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഒരാളുടെ രോഗം ശമിക്കുമെന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അതായത് ഒരു വളരെ കാലമായിട്ട് അസുഖത്തിൽ കിടക്കുന്ന രോഗി, അവരുടെ കഷ്ടതകൾ, രോഗിയെ ദീർഘനാൾ ആ രോഗത്തിൽ ഭേദമാകാതെ കിടക്കുമോ, അതല്ലെങ്കിൽ മരണം സംഭവിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വെറ്റില ജ്യോതിഷത്തിൽ കൂടി നോക്കി പറയാനുണ്ട്. അതിന് നമ്മൾ ഒരു കാര്യങ്ങൾ ആകുമോ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ശുഭകരമാകും, അതും വെറ്റില ജ്യോതിഷത്തിൽ കൂടെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഇമ്പോർട്ടൻ്റായ ഒത്തിരി കാര്യങ്ങൾ ഈ വെറ്റില, അതായത് വെറ്റില കൂടെ നമുക്ക് പറയാം. അത് കഴിയുന്നതും കേട് കൂടാതെ വെറ്റില നമുക്ക് കിട്ടണം. അത് അവർ കസ്റ്റമർ കൊണ്ടുവരുന്ന വെറ്റില അത് തരുന്നത്, അതെല്ലാം അതിനകത്തെ ഭാവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അത് കഴിയുന്നതും അത് നോക്കിയാണ് നമ്മൾ അതിനകത്തെ ഓരോ ഭാവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതിനകത്ത് ഈ ഗ്രഹങ്ങളുണ്ട്, 9 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പാപഗ്രഹങ്ങളുണ്ട്, അതായത് രാഹു, ശനി, കേതു ഇതൊക്കെ പാപഗ്രഹങ്ങളും, മറ്റ് വ്യാഴം, ശുക്രൻ ഇതൊക്കെ ശുഭഗ്രഹങ്ങൾ, ചൊവ്വ, ബുധൻ ഇതൊക്കെ ശുഭഗ്രഹങ്ങളാണ്. അപ്പോൾ ആ ഗ്രഹങ്ങൾ ഏതൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നെല്ലാം അതിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ അത് വളരെ കറക്റ്റായിട്ട് വരാറുണ്ട് വെറ്റില ജ്യോതിഷം. അതിന് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.